ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ അതിന് 27 ലക്ഷം രൂപ ഫണ്ട് കണ്ടെത്തി ഒരു വീട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുമായിരുന്നു. അതെല്ലാം അതാണ് 29 വീടുകളെ എൻ്റെ വാർഡിൽ കൊടുക്കാൻ സാധിച്ചു. പിന്നെ കിറ്റുകൾ, അതുപോലെ മരുന്നുകൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. മുതൽ 25 വരെ 5 വർഷക്കാലം 8ാം വാർഡിൻ്റെ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇക്കാലയളവിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ കാലയളവിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു അംഗൻവാടി വർക്കറും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വാർഡിൽ ഒരു അംഗൻവാടിക്ക് കെട്ടിടമില്ലാതെ ഉണ്ടായിരുന്നു. 18 വർഷമായി അംഗൻവാടി താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കയറി ആദ്യം തന്നെ അംഗൻവാടിക്ക് സ്ഥലം കണ്ടെത്തുകയായിരുന്നു. പലരോടും ചോദിച്ചു. 5 സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ അതിന് 27 ലക്ഷം രൂപ ഫണ്ട് കണ്ടെത്തി മോഡൽ അംഗൻവാടിയായിട്ട് ആ കെട്ടിടം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. വളരെയധികം അഭിമാനം നമ്മുടെ പഞ്ചായത്തിനും എനിക്കും ആ ഒരു കാര്യത്തിലുണ്ട്. അതുപോലെ റോഡുകൾ എല്ലാ റോഡും തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു റോഡും ഇല്ല, നമുക്ക് പൊളിഞ്ഞ ഒരു റോഡുകളും ഇല്ല. ലാസ്റ്റ് ഒരു റോഡുള്ളതിന് ഇപ്പം എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ റോഡും മെയിൻറ്റെയിൻസ് ചെയ്തു. അതുപോലെ 2 വലിയ കലുങ്ക് പണിയാൻ സാധിച്ചു. പിന്നെ കാരിക്കയം വായിക്കമ്പൊക്കെ വെള്ളക്കെട്ട് റോഡിൽ കുഴിയായിട്ട് വെള്ളം കൊണ്ട് ഭയങ്കരധികം ബുദ്ധിമുട്ടി ജനങ്ങളെ അതേപോലെ ബുദ്ധിമുട്ടി അനുഭവിക്കുന്നുണ്ടായിരുന്നു. വായിക്കമ്പ ടൗണിലൊക്കെ ഒരു വീട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുമായിരുന്നു. അതെല്ലാം നീക്കം ചെയ്തു. അങ്ങനെയുള്ള വെള്ളക്കെട്ടെല്ലാം ഒഴിവാക്കി വളരെ നല്ല രീതിയിലാക്കി. എല്ലാ റോഡുകളും മെയിൻറ്റെയിൻസ് ചെയ്തു. നിലവിൽ 7 റോഡാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം 6 റോഡും കൂടെ ഏറ്റെടുത്ത് ഇപ്പം നിലവിൽ 13 റോഡുണ്ട്. അതുപോലെ ലൈഫ് മിഷന്റെ പദ്ധതി പ്രകാരം വീടുകൾ ഭവന നിർമ്മാണവുമായിട്ട് ലൈഫ് മിഷന്റെ പദ്ധതി പ്രകാരം എന്ന് വെച്ചാൽ അതും വളരെ അഭിമാനമുള്ളതാണ്. 29 വീടുകളെ എൻ്റെ വാർഡിൽ കൊടുക്കാൻ സാധിച്ചു. അതായത് വായിക്കമ്പ് വാർഡിൽ കൊടുക്കാൻ സാധിച്ചു. അതിനകത്ത് 26 ലൈഫ് മിഷന്റെ വീടും 3 വീട് PMAV വീടുമാണ്. എല്ലാ പണി തീർന്ന ഒരുപാട് വീടുണ്ട്. ഏകദേശം ഒരു 4-5 വീട് പണി പൂർത്തിയായി, വാർക്ക വരെ കഴിഞ്ഞു. ബാക്കി ചെയ്യാൻ കിടക്കുന്നു. ഒരുപാട് വീട് ചെയ്യാൻ സാധിച്ചു. വീടിന് മേൽക്കൂര നഗറില് 3 വീടിന് ചെയ്യാൻ സാധിച്ചു. അല്ലാതെ ജനറലായിട്ട് 13 വീട് ചെയ്തു. അങ്ങനെ ടോട്ടൽ 16 വീടിന്റെ മേൽക്കൂര നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ ഇതൊരു കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി വാർഡ് തലത്തിൽ പഞ്ചായത്തിന്റെ സഹായത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? അവരെ സംരക്ഷിക്കാൻ നമ്മൾ പഞ്ചായത്തിന്റെ തലത്തിലെ കാർഷിക മേഖലയ്ക്ക് കാമധേനു പദ്ധതി പ്രകാരം 10 പേർക്ക് പശുവിനെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ 10 പേർക്ക് ആടുകളെ വിതരണം ചെയ്തു. പിന്നെ തെങ്ങിന്റെ മണ്ട പോയ എല്ലാ വാർഡിലെ എല്ലാ അപേക്ഷ തന്ന എല്ലാ ജനങ്ങൾക്കും തെങ്ങിന്റെ മണ്ട മുറിച്ച് മാറ്റി അവർക്ക് വളവും അതുപോലെ തെങ്ങിൻ തൈയും കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഈ 5 വർഷവും തുടർച്ചയായിട്ട് തന്നെ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അപേക്ഷ തന്ന എല്ലാ ആൾക്കാർക്കും വളവും സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഫെൻസിങ് 3 കിലോമീറ്റർ ഫെൻസിങ് മധുവനം വായിക്കമ്പ വെള്ളാട്ടുവല്ലി കേന്ദ്രീകരിച്ച് ഏകദേശം പണി പൂർത്തിയായിട്ടില്ല എങ്കിലും ഉടനെ തന്നെ പൂർത്തീകരിക്കും. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഞ്ചായത്ത് തലത്തിലെ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമുക്കൊരു 18 കുടുംബങ്ങളുണ്ട്. പട്ടികവർഗ കുടുംബങ്ങളാണ് 18. അവർക്ക് വേണ്ടി അവർക്ക് നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ കുടിവെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൈപ്പെല്ലാം പൊട്ടി പോയതായിരുന്നു. നമ്മൾ കയറിയതിന് ശേഷം 8 ലക്ഷം രൂപ മുടക്കി അത് മെയിൻറ്റെയിൻസ് ചെയ്തു. ആ കുടിവെള്ളം അവർക്കത് പ്രവർത്തനയോഗ്യമാക്കി കൊടുത്തു. അതുപോലെ അവർക്ക് എല്ലാ വീട്ടുകാർക്കും നല്ല രീതിയിൽ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കിറ്റുകൾ, അതുപോലെ മരുന്നുകൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആരോഗ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിൽ ഒരു സബ് സെന്റർ ഉണ്ട്. അപ്പം നമ്മൾ ഈ വന്നതിന് ശേഷം ആ സബ് സെന്റർ 10-12 ലക്ഷം രൂപ മെയിൻറ്റെയിൻസ് മുടക്കി അത് നല്ല രീതിയിൽ അതും ആക്കിയെടുത്തു. ഇപ്പം മാസം തോറും ഡോക്ടർ അവിടെ എത്തുന്നുണ്ട്. വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് അവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അവർക്ക് പുറത്ത് പോകണ്ട. ആ വായിക്കമ്പയുള്ള ജനങ്ങൾക്ക് മാസത്തിലൊന്ന് അവിടെ എത്തിയാൽ മതി. ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്താണ്.
അതുപോലെ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹരിതകർമ്മ സേനയുടെ സേവനങ്ങൾ മറ്റുമൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ വാർഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്? നമുക്ക് ഹരിതകർമ്മ സേനയോടൊപ്പം വാർഡിൽ എല്ലാ വീടുകളിൽ നിന്നും 100% പിരിവ് കളക്ഷൻ കിട്ടുന്നുണ്ട്. അവർക്ക് പ്ലാസ്റ്റിക്കുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ വീടുകളും കയറി ഇറങ്ങി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, അതുപോലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് തീ കത്തിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എല്ലാ പുഴകളും തോടുകളും, നമുക്ക് 3 തോടുണ്ട്. ആ തോടുകൾ വർഷത്തിൽ 1-2 പ്രാവശ്യം ശുചീകരിക്കും. പിന്നെ മരങ്ങൾ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിക്കും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ്. മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്? എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ ഈ പഞ്ചായത്ത് മെമ്പറായിട്ട് കയറിയപ്പോൾ തന്നെ ജനങ്ങൾ, വെള്ളാട്ടൂരിലുള്ള ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് കുടിവെള്ളമായിരുന്നു. അവിടെ അത് ഇതുപോലെ തന്നെ 3 സെന്റ് സ്ഥലം ഏറ്റെടുത്തു. ജില്ലാ പഞ്ചായത്തിന്, അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ 27 ലക്ഷം രൂപ പദ്ധതിപ്പെടുത്തി പൊതു കിണർ പണിതു. ഇപ്പം 30 കുടുംബങ്ങൾക്ക് അവർക്ക് കുടിവെള്ളം ലഭ്യമായിട്ടുണ്ട്. അത് എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തനമാണ്. പിന്നെ നമ്മുടെ വായിക്കമ്പ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ പേപ്പർ നിർമ്മാണ യൂണിറ്റിന് നമ്മൾ തൊഴിലുറപ്പിന്റെ നേതൃത്വത്തിൽ വർക്ക് ഷെഡ് പണിത് കൊടുത്തു. ഈ ഇത്തരം സംഭവങ്ങൾ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നമ്മൾ ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് പോകുന്നു? കുടുംബശ്രീയുടെ 16 കുടുംബശ്രീ ഉണ്ട് വാർഡില്, യൂണിറ്റുകളുണ്ട്. അവരുടെ പ്രവർത്തനം നമ്മൾ പഞ്ചായത്ത് എന്ത് കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതിനോടൊപ്പം കുടുംബശ്രീ ഉണ്ട്. ഒരു ചികിത്സാ പിരിവ്, ഇപ്പൊ ചികിത്സാ പിരിവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 നമ്മുടെ വാർഡിലുള്ള 4 ആൾക്കാർക്ക് ഇതേപോലെ നല്ല രീതിയിൽ പിരിവ് നടത്തി അവർക്ക് സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും കുടുംബശ്രീ നമ്മോടൊപ്പം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അവരുണ്ട്, പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും. അതുപോലെ പ്രൊജക്ട് ഓരോരുത്തരും സ്വയം തൊഴിൽ ചെയ്തിട്ടുണ്ട്. 3 കുടുംബങ്ങൾക്ക് 90,000 രൂപ സ്വയം തൊഴിലിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവര് നല്ല രീതിയിൽ തയ്യൽ കട, ബ്യൂട്ടീഷ്യൻ, പിന്നെ പലചരക്കട അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുത്താതെ തന്നെ കുറെ കുടുംബങ്ങൾ വീട്ടില് ചെറിയ രീതിയിൽ പലഹാര യൂണിറ്റ് അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇതൊരു വയോജന സൗഹൃദ പഞ്ചായത്താണ്. ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ചെയ്യുന്നുണ്ട്. വാർഡ് തലത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ? വാർഡ് തലത്തിൽ ചെയ്യുന്ന നമ്മളിപ്പം പറഞ്ഞ ഈ സബ് സെന്റർ ഉണ്ടല്ലോ, അത് മാസം തോറും വയോജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമാണ്. അവരവിടെ ആ ഏരിയയിലുള്ള എല്ലാ വയോജനങ്ങളും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അവര് നമുക്ക് ഈ കലോത്സവം വെക്കുമ്പോൾ കഴിവുള്ള ആൾക്കാരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്, സമ്മാനങ്ങളുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് എൻ്റെ വാർഡിൽ 3 അംഗൻവാടി ഉണ്ട്. അപ്പൊ ആ അംഗൻവാടിയിൽ എന്ത് പരിപാടി വന്നു കഴിഞ്ഞാലും ആ ഏരിയയിലുള്ള വയോജനങ്ങളെ അംഗൻവാടിയിൽ അവരെ വിളിച്ചു വരുത്തി അവരെ സ്വീകരിക്കുകയും അതുപോലെ അവർക്ക് ഇതേപോലെയുള്ള കഴിവുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും. വെള്ളാട്ടുവല്ലി, വായിക്കമ്പ, മധുവൻ, അങ്ങനെ 3 ഏരിയ ആണ്. അപ്പൊ ആ 3 ഏരിയയിലുള്ള ഒരുവിധം ആൾക്കാരെല്ലാം അവിടെ എത്തിപ്പെടും. നമ്മുടെ ശക്തമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ജനങ്ങൾ എത്രത്തോളം സപ്പോർട്ട് തന്നിട്ടുണ്ട്? ഈ 5 വർഷക്കാലം ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളും എല്ലാത്തിലും സഹായിക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനൊരു അംഗൻവാടി വർക്കറാണ്. അപ്പോൾ എനിക്ക് ആ മേഖലയിലും എനിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ജനങ്ങളുടെ സഹായം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സഹായവും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് വളരെ ഏറ്റവും നല്ല രീതിയിൽ, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എല്ലാ രീതിയിലും സഹായം ഉണ്ടായിരുന്നു. അപ്പം വാർഡിൽ ഇനി വികസനം എന്ന് പറയാൻ ഇനി നമ്മളെ ഏൽപ്പിച്ച ചുമതലകൾ ഏകദേശം 100% പൂർത്തിയായിട്ടുണ്ട്. ഇനി അധികം ഒന്നും ചെയ്യാനില്ല. 5 വർഷക്കാലം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലത്തിൽ വികസനങ്ങൾ എത്തിക്കുവാനും ജനങ്ങൾക്ക് ഇടയിൽ നല്ലൊരു സ്ഥാനം നേടിയെടുക്കുവാനും സാധിച്ച അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. താങ്ക് യു.